മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഒരു കേഡർ സ്വഭാവമുള്ളതാണ്. അതെ. വലിയ വിഭാഗീയതയൊന്നുമില്ലാതെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2 തവണയായിട്ട് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഇവർക്ക് ഇപ്പോൾ അധികാരത്തോട് അടുത്ത് നിൽക്കുന്നുവെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പാർട്ടിക്കകത്തിപ്പോൾ വലിയ വിഭാഗീയത രൂപപ്പെട്ടിരിക്കുകയാണ്. അത് ലീഗിനകത്ത് വലിയ കുഴപ്പങ്ങൾ സംഭവിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതികൂലമായിട്ടത് ബാധിക്കുമോ? മറ്റു ചിലരൊക്കെ ഇത് മുതലെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയുമാണ്. തീർച്ചയായിട്ടും മലപ്പുറത്ത് ലീഗിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഉണ്ട് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം അവിടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ 25 പേരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പല പ്രമുഖരെയും തഴഞ്ഞു എന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. താങ്കൾ പറഞ്ഞ പോലെ ഭരണത്തിൽ വർഷങ്ങളായി 10 വർഷത്തിൽ കൂടുതലായി, ഇപ്പോൾ 15 വർഷം എന്ന് വേണമെങ്കിൽ പറയാം, അത്രത്തോളമായി ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു വൈതരണിയിലാണ് അവർ നിൽക്കുന്നത്. എങ്ങനെയും ഭരണം പിടിച്ചേ പറ്റൂ. 10 വർഷമായിട്ട് പൂർണ്ണമായും അവർ അകന്നു നിൽക്കുകയാണ് ഭരണത്തിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഭരണം പിടിക്കാൻ സൗകര്യം വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. എല്ലാവർക്കും സീറ്റ് കിട്ടണം. ആകെ 25, ഇനി 1-2 സീറ്റും കൂടെ കോൺഗ്രസ് വെച്ച് മാറുമ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ ഒരു 27 സീറ്റിനപ്പുറം ലീഗിന് കിട്ടാൻ നിവൃത്തിയില്ല. പക്ഷേ 50ഓളം പേർ അവിടെയും സ്ഥാനാർത്ഥി മോഹികളുണ്ട്. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഗുണകരമായിരിക്കുന്നത്. ഇതിലേറ്റവും വിപത്തായിരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ രണ്ടത്താനി എന്ന തലയെടുപ്പുള്ള കോൺഗ്രസ് ലീഗ് നേതാവ് ഇപ്പോൾ അവിടെ കലാപത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തനിക്ക് സീറ്റില്ലാത്തത് തന്നെ കഴിഞ്ഞതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പണക്കാട് തങ്ങളെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ CPM-കാർ രണ്ടത്താനിയെ മാത്രമല്ല ഏതാണ്ടൊരു 6-7 പേരെ അത്തരത്തിൽ പ്രമുഖരെ ലീഗിൽ നിന്നും അടർത്തി മാറ്റി അവരുടെ സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ മാറ്റിയിട്ട് പോലും ചില നിർണായക മണ്ഡലങ്ങളിൽ നിർത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് വേണേലും ചിലർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ അവർക്ക് മടിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണെന്നുള്ളതാണ് സത്യം. അതിലൊന്നാമത്തെ ആൾ രണ്ടത്താനിയാണ്. അദ്ദേഹം പൂർണ്ണമായും അബ്ദുൾ റഹ്മാൻ രണ്ടത്താനി പൂർണ്ണമായും പിണങ്ങി തന്നെ നിൽക്കുകയാണ്. വേറെ ഒരു ഞെട്ടിക്കുന്ന കാര്യം PMA സലാം അവരുടെ സെക്രട്ടറിക്ക് സീറ്റില്ല. അത് വലിയൊരു ഇതാണ്. തിരൂരങ്ങാടിയിൽ അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചതാണ്. അവിടെ PMA ഷമീറിനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായിട്ട് സാക്ഷാൽ മുഹമ്മദ് കോയയുടെ CH മുഹമ്മദ് കോയയുടെ പുത്രൻ MK മുനീറിന് കോഴിക്കോട് സൗത്തിൽ സീറ്റില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്. ആരോഗ്യ പ്രശ്നങ്ങളാണ് പറയുന്നതെങ്കിലും പ്രതീകാത്മകമായിട്ടെങ്കിലും ഒരു മിതവാദി ഈ സന്ദർഭത്തിൽ ഇവിടെ വർഗീയത ഏറ്റവും അധികം മുസ്ലിം ലീഗിനെതിരെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ചതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രതീകാത്മകമായെങ്കിലും കാണിക്കാൻ പറ്റുന്ന ഒരു മതേതരവാദിയായിരുന്നു MK മുനീർ. പക്ഷെ MK മുനീറിനെ കോഴിക്കോട് സൗത്തിലില്ല. പകരം ഫൈസൽ ബാബുവിന് എന്ന യുവ നേതാവിനെയാണ് അവിടെ പ്രദർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു തലമുറ മാറ്റവും അല്ലെങ്കിൽ തലമുറ വെട്ടിമാറ്റലുമാണെന്ന് ഒരു വലിയ വിഭാഗത്തിന് വിഷമമുണ്ട്. കോഴിക്കോട് സൗത്തിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ P. ഉബൈദ്, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നിശ്ചയിച്ചിരിക്കുന്നു. അതേസമയം PK ബഷീറിന് 4ാം തവണയും ഏറനാട് സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും അവിടെ പുകയുന്ന മറ്റൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഒരു മുല്ലപ്പൂ വിപ്ലവം പോലെ കാണിക്കുന്നതാണ് രണ്ട് വനിതകളെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഒന്ന് പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ, മിടുക്കിയാണ്, നന്നായിട്ട് സംസാരിക്കാനും ആൾക്കാരെ കൈകാര്യം ചെയ്യാനൊക്കെ പ്രാപ്തിയുള്ളൊരു മിടുക്കി പെൺകുട്ടിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലീഗ് സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ അവർക്കെതിരെയും ഇപ്പോൾ നൂർമിന റഷീദ്, അവരുടെ ദേശീയ നേതാവ്, വനിതാ നേതാവ്, ഇപ്പോൾ എതിർപ്പുമായി വന്നിരിക്കുകയാണ്. ഇവരൊക്കെ വിമതരായി വേണമെങ്കിൽ കളിച്ചിട്ടുള്ളവരാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട്, അവരെ ഒന്നും ആക്കരുത്. അതുപോലെ കൂത്തുപറമ്പിൽ ജയന്തി രാജനെയാണ്, പൊട്ടൊക്കെ തൊട്ട ജയന്തി രാജനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതും പലർക്കും
അത്ര സൂചിച്ചിട്ടില്ല. അപ്പോൾ ഒരു തലമുറ മാറ്റവും. അതെ, അതിലും ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മതേതരത്വം കൊണ്ടുവരുന്നതിനാണ്. പണ്ട് രാമനായിരുന്നു, ഇപ്പൊ അതിന് പകരം ഒരു സീതയായിട്ട് ജയന്തിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഈ നമുക്കറിയാം തൃശ്ശൂർ വരെയൊക്കെയാണ് ലീഗിന് സ്ഥാനാർത്ഥികളും ലീഗ് ഉള്ളതും. അതെ, അത് ഇങ്ങോട്ടില്ലെന്നാണ്. പക്ഷെ ഇവര് ഈ ഇരവിപുരം മണ്ഡലം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ചോദിച്ചു, പുനലൂരും അവിടെ മത്സരിച്ചിട്ടുണ്ട്. പുനലൂർ ഇത്തവണ അവിടെ ഒരു ക്രൈസ്തവനെയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത്. അതെ അതെ, പിന്നെ സ്ഥാനാർത്ഥിയെ പുറത്തു വിട്ടിട്ടില്ല. അത്തരത്തിൽ ചില നീക്കങ്ങൾ, അതായത് ഞങ്ങളൊരു മതേതരവാദികളാണ്, ഞങ്ങൾക്ക് ഹിന്ദു ജയന്തി രാജൻ അല്ലെങ്കിൽ ക്രൈസ്തവനായ സ്ഥാനാർത്ഥി ഒക്കെ ഞങ്ങൾക്കുണ്ട്. പേരുദോഷം മാറ്റാനായിരിക്കും. ആ പേരുദോഷം അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കുക. ഞങ്ങൾ അങ്ങനെ വർഗീയവും മതേതരവും ഒന്നും പറയണ്ട, ഞങ്ങൾക്കും അതൊന്നും ഇല്ല, ഞങ്ങൾ അല്ലാത്ത ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് കാണിക്കാൻ കൂടിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ ഭാവിയിലായാലും ഇത് പ്രശ്നമാകുമെന്ന് ലീഗിനറിയാം. കാരണം ലീഗ് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നുള്ളത്. നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നാളെ ചോദ്യചിഹ്നമായിട്ട് വരാവുന്നതാണ്. ഈ വഖഫ് ബോർഡിന്റെ ഇഷ്യൂ വന്നപ്പോഴേ ലീഗ് അതിൽ കക്ഷിയായപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അബദ്ധവശാൽ വന്നു പോയിട്ടുണ്ട്. ഒന്നുകിൽ അത് തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പ്രശ്നമാകാതെ നോക്കേണ്ടി വരും. അപ്പം ഇനി അഥവാ പ്രശ്നം വന്നാലും ഞങ്ങളിതാ ജയന്തി രാജനെയും ക്രിസ്ത്യാനിയെയും പിന്നെ ഒക്കെ സ്ഥാനാർത്ഥിയാക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾക്ക് മതേതരത്വം അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പറയാനും കൂടെ ഒരു കാരണമാകും. പിന്നെ ഭാവിയിൽ കേരളത്തിലും ഈ പൂർണ്ണ വർഗീയത പറഞ്ഞാൽ വിജയിക്കില്ല എന്നുള്ളത് ലീഗിനും ഇപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നത് ഇപ്പം ചില വിമതർ തലപൊക്കിയിരിക്കുന്നു. അവരെ താലോലിക്കാൻ CPM ശക്തമായി ഇറങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റി കൂടുകയാണ്. ഈ വന്നിരിക്കുന്ന ഒരു 10ഓളം ആപ്ലിക്കേഷനാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൽ ആരെ എടുത്തിടണമെന്നാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ രണ്ടത്താനിയെ പോലുള്ള പ്രഗത്ഭന്മാരെ കിട്ടിയാൽ വളരെ നല്ലതെന്നുള്ളതാണ് CPMന്റെ കണ്ണിലെ നോട്ടം. കിട്ടുമോയെന്നറിയില്ല, പക്ഷെ കിട്ടിയാൽ CPMന് ഇപ്പോൾ വന്ന നാണക്കേട്, 3-4 സ്ഥലത്തെ വിമതന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ നാണക്കേട് TK പിന്നെ ഗോവിന്ദനെ അടക്കം പല വീരന്മാരും വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നത്തിന്റെ ഗ്യാസ് ഒന്ന് ശമിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള 2-3 പേരെ ലീഗിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാം. ഒരു 5 പേരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 10ഓളം പേരെ അവരെ സമീപിച്ചു എന്നാണ് അറിയുന്നത്. അതിൽ അത്ര പ്രഗത്ഭരല്ലാത്തവരെ അവർ മാറ്റിയിട്ട് ഈ രണ്ടത്താനിയെ കിട്ടിയാൽ വൻ വിജയമായി. ഇപ്പോൾ കിട്ടിയ നാറ്റം മുഴുവൻ മാറ്റാനായിട്ട് ഒരു രണ്ടത്താനി മതി. രണ്ടത്താനിയെ പിടിച്ചൊരു സ്ഥാനാർത്ഥിയാക്കാൻ ലീഗിന് കഴിഞ്ഞ വനിതാ സ്ഥാനാർത്ഥികളെ ഇത്തവണ ഇറക്കിയിട്ടുണ്ടല്ലോ, അത് ഒരു വലിയ മാറ്റമാണല്ലോ അതെ ലീഗ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജയന്തി രാജനെയും കൂത്തുപറമ്പിൽ ജയിക്കാനൊന്നും പോകുന്നില്ല എങ്കിൽ പോലും അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും പേരാമ്പ്രയിൽ ഫാത്തിമ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് കേട്ടോ, മിടിമിടിക്കുകയാണ് സംസാരിക്കുക. കഴിഞ്ഞ തവണ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു അവര്. അല്ല, ഇത് അതുപോലെയല്ല, 2 ചെറുപ്പക്കാരെയാണ് നിർത്തിയിരിക്കുന്നത്. അവര് 2 പേരും നല്ല സംസാരിക്കാനും ആളുകളോട് ഇടപെടാനും ഒക്കെ കഴിവുള്ള 2 വനിതാ രത്നങ്ങളെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പേരാമ്പ്രയിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ചെറിയ ഇളക്കം സൃഷ്ടിക്കാനായിട്ട് ഫാത്തിമയ്ക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ സംസാരവും പ്രവർത്തനവും ഒക്കെ കണ്ടിട്ടും ആൾക്കാരിൽ ഒരു ഇളക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ്. അപ്പം അത്തരത്തിലുള്ള ചില കാൻഡിഡേറ്റുകൾ വരുമ്പോൾ നമ്മുടെ ഇടതുമുന്നണിയുടെ കൺവീനർ ശ്രീ രാമകൃഷ്ണനൊക്കെ ചിലപ്പം ഇച്ചിരി വേർക്കേണ്ടി വരും, നല്ല പണിയെടുക്കേണ്ടി വരും. ലീഗിൽ ഈ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നത് അത് വലിയൊരു അപകടമല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് അവരുടെ 16 സീറ്റും അവർക്ക് സേഫായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പൊട്ടിത്തെറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഭരണ ലബ്ധിയെ തന്നെ അത് ബാധിക്കും. കാരണം ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പൊട്ടിത്തെറി, ലീഗിൽ പൊട്ടിത്തെറി, ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. രണ്ടും കേഡർ പാർട്ടികളാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് കേഡർ പാർട്ടി, മറ്റേത് ഇസ്ലാമിക കേഡർ പാർട്ടിയാണ്. ഇതിനകത്തൊന്നും ഒരു വിധത്തിലും ഈ തരത്തിലുള്ള പ്രവണതകൾ വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം ചില വ്യക്തി താല്പര്യങ്ങൾ, ചിലരെ തള്ളുക, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ചിലരെ ഒക്കെ കാണാം നമുക്കവിടെ. ഇത് ആണ് അതിനകത്തെ പ്രശ്നങ്ങൾ. എപ്പോഴും പിന്നെ വിഭാഗീയത ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം ചില വ്യക്തി താല്പര്യങ്ങൾ അനുസരിച്ച് ചില കോക്കസുകൾ സൃഷ്ടിക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ തന്നെ KM ഷാജി വേങ്ങര വന്നത് വലിയ വിവാദമായിരിക്കുകയാണ്. KM ഷാജി കാസർഗോഡ് മത്സരിക്കാൻ കെൽപ്പുള്ള ത്രാണിയുള്ള ഒരാളിന് സേഫ് സീറ്റ് കൊടുക്കുകയാണ്.
അപ്പം അതെന്ത് ന്യായമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഷാജിക്ക് KM ഷാജിക്ക് സേഫ് സീറ്റ്, പാവപ്പെട്ട വന്ന 2-3 വനിതാ സ്ഥാനാർത്ഥികൾക്ക് പോലും അടുത്ത സീറ്റ്, ഇടതുമുന്നണി കൺവീനർ രാമകൃഷ്ണനെതിരെ മത്സരിക്കാനും വനിതകൾ, കൂത്തുപറമ്പിൽ പോയി പിന്നെ വെടിയേൽക്കാനും വനിതാ സ്ഥാനാർത്ഥി. ഇങ്ങനെയാണ് രാഷ്ട്രീയ വെടിയാണെങ്കിൽ പോലും അത് ഏൽക്കണ്ടേ? കൂത്തുപറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ലീഗ് ഇറക്കിയാൽ അവിടെ എങ്ങനെയാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജയിക്കുന്ന സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് KM ഷാജിക്കും ഒക്കെയാണ്, അതുപോലുള്ളവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് തോക്കുന്ന സീറ്റും പ്രശ്നമുള്ള സീറ്റുകളും ടൈറ്റ് ഫൈറ്റുള്ള സീറ്റുകളും കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു ഇഷ്യൂ നിൽക്കുകയാണ്. എന്തായാലും മലപ്പുറത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വെടി പൊട്ടിയിരിക്കുന്നു. അതിന് അവിടെ കൂടുതൽ വെടി പൊട്ടിക്കാനായിട്ട് ലീഗിൻ്റെ ഉള്ളിൽ വിള്ളലുണ്ടാക്കാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി തീവ്രമായ ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഗുണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമെന്നാണ് അവരുടെയും കണക്കൂട്ടൽ. രണ്ടെത്താനി മനസ്സ് തുറന്നാൽ ലീഗിൽ പ്രശ്നം അതിരൂക്ഷമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.